ഗൈസ്, ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ദിലീപിന്റെ അപ്കമിംഗ് മൂവി ആയിട്ടുള്ള ബബ്ബബ്ബ അഥവാ ഭയഭക്തി ബഹുമാനം എന്ന സിനിമയില് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടൻ സൈൻ ചെയ്തെന്നുള്ളത് ഒഫീഷ്യലി വന്നിട്ടില്ല. പക്ഷെ ഏകദേശം കൺഫേം ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഓൾറെഡി അതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ എന്നിവരും കൂടെ ഉണ്ട്. അപ്പൊ ഈ ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഇവരുടെ മൂന്നുപേരുടെയും കൂടി വോയിസ് ഓവറിൽ ഒരു സ്നീക്ക് പീക്ക് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് ലുക്ക് എന്ന ആ ഒരു കോൺസെപ്റ്റില്. അത് കാണാൻ തന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു സ്നീക്ക് പീക്ക് തന്നെ ആയിരുന്നു. സോ ഇതെന്തായാലും ഒരു കോമഡി മൂവി അല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. നമ്മുടെ ഈ റൺവേ പോലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാനാണ് തോന്നുന്നു. അതിന്റെ ടച്ചോട് കൂടിയുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിരുന്നു ദിലീപിന് അതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ലാലേട്ടൻ കൂടെ ഇൻവോൾവ് ആവുകയാണ്. സോ എന്തായാലും അടിപൊളിയായിരിക്കും. ലാസ്റ്റ് ആയിട്ട് ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ചെയ്തത് നമ്മുടെ കൊച്ചുണ്ണിയിലാണ്. അപ്പൊ ആ ഒരു സിനിമ ഒരു എന്താ പറയാ, ഈ ഒരു അനൗൺസ്മെന്റ്, അതായത് നമ്മുടെ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ വരുന്നെന്നുള്ള തൊട്ട് മുമ്പ് വരെ ഒരു നോർമൽ സിനിമയുടെ ഒരു നോർമൽ ഹൈപ്പിൽ കൂടെ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു അനൗൺസ്മെന്റ് വന്നതോടുകൂടി ആ സിനിമയുടെ ഗ്രാഫ് സ്കൈ ലെവലായി. ദെൻ നല്ലൊരു ഓപ്പണിംഗ് കിട്ടി, നല്ലൊരു റീച്ചും ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരു ബിഗ് സ്റ്റാർ എന്ന നിലയ്ക്ക് ലാലേട്ടൻ ദിലീപ് കോംബോ വരുമ്പോൾ ഉറപ്പായിട്ടും നല്ല രീതിക്ക് തന്നെ പടം വർക്കാവാൻ ചാൻസ് ഉണ്ട്. അതും ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വർക്കാവാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് വരട്ടെ. ഇപ്പൊ വന്നിരിക്കുന്ന റൂമറാണ്, ഒഫീഷ്യലി എന്തായാലും വരും. എന്തായാലും വരും ദിവസങ്ങൾ അവരുടെ കൂടുതൽ അപ്ഡേറ്റുകൾ തരുമ്പോൾ എന്തായാലും ഇതിന്റെ കൂടെ അതും കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ അടിപൊളി അപ്ഡേറ്റ് ആണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ബാക്കി ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.